ഹലോ ഫ്രണ്ട്സ്, യു കെയിലെ ഒരു കറണ്ട് സിറ്റുവേഷൻ ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അത് അറിയാൻ വയ്യാത്ത ധാരാളം ആൾക്കാർ ഇപ്പോഴുമുണ്ട്. അതായത് വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ യു കെ പോലുള്ള ഒരു നാട്ടിലേക്ക് ഒരു ജോലി വാങ്ങിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഏജൻസി സമീപിച്ച് കഴിഞ്ഞാൽ അവർക്ക് കൊണ്ടുപോയിട്ട് ഇപ്പോഴും 25-30 ലക്ഷം ഒക്കെ കൊടുക്കുന്ന നമ്മുടെ മലയാളികളായിട്ടുള്ള, അതും വിദ്യാഭ്യാസം ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള ആൾക്കാർ ഇപ്പോഴുമുണ്ട്. ഇത് ഞാൻ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് 3 ആൾക്കാരാണ് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. യു കെയിൽ എനിക്ക് ഷെഫായിട്ട് ജോലി വാങ്ങിച്ചു തരുന്നു, എനിക്ക് കമ്പനിയിലൊരു വിസ എടുത്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഏജൻസി എന്നോട് പൈസ ചോദിക്കുന്നു. ഞാൻ ഈ പൈസ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് യു കെയിൽ വിസ ലഭിക്കുമോ? ഞാൻ ഷെഫാണ്, എനിക്ക് ഗൾഫിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, എനിക്ക് യു കെയിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാനൊരു ഏജൻസിയോടൊക്കെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ 25 ലക്ഷം രൂപ കൊടുക്കാമെന്നുണ്ടെങ്കിൽ യു കെയിലെ വർക്ക് വിസ തരപ്പെടുത്തി തരാമെന്ന് അവർ പറയുന്നുണ്ട്. ഞാൻ ഈ പൈസ കൊടുത്താൽ എനിക്ക് വർക്ക് പെർമിറ്റ് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളോട് നമുക്ക് എല്ലാവർക്കും പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലെ ഇപ്പോഴൊരു കറണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം മോശമാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അറിയാവുന്ന ഫാമിലി മെമ്പേഴ്സോ ഫ്രണ്ട്സോ ഒക്കെ ഏതെങ്കിലുമൊക്കെ വിസ എടുത്ത് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഈ ഒരു സിറ്റുവേഷനിൽ യു കെയിൽ വിസ ലഭിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങൾ ഏതൊരു ഏജൻസിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഏജൻസികളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇരിക്കുന്ന പൈസ അടിച്ചു മാറ്റുക എന്നുള്ളതാണ്. നമുക്കറിയാം യു കെയിലെ ഒരു കെയർ വിസകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ധാരാളം ഇതുപോലെയുള്ള കമ്പനികളാണ് യു കെയിലെ നേഴ്സിംഗ് ഹോമുകളായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആൾക്കാർ ലക്ഷക്കണക്കിന് രൂപ നമ്മളുടെ പാവം പിടിച്ച നമ്മളുടെ മലയാളികളുടെ പോക്കറ്റിലിരുന്ന പൈസ അടിച്ചു മാറ്റി. അതിൻ്റെ പല കേസുകളും ഇപ്പോഴ് പുറത്ത് വരുന്നുണ്ട്. 44 ലക്ഷം രൂപയൊക്കെയാണ് യു കെയിലെ ഒരു കെയർ ഹോമിലെ ഒരു കെയർ വിസയ്ക്ക് വേണ്ടി നമ്മളുടെ മലയാളികളായിട്ടുള്ള നമ്മുടെ പ്രബുദ്ധരായ മലയാളികൾ ഭയങ്കര വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെന്ന് പറയുന്ന ആൾക്കാരാണ്. നമുക്കീ ഒരു വിസ തട്ടിപ്പെന്നൊക്കെയുള്ള ഒരു കാര്യം നമ്മൾ കേൾക്കാൻ തുടങ്ങി തന്നെ വർഷങ്ങളായിട്ടുള്ള പഴക്കമുണ്ട്. പണ്ട് ഗൾഫിലൊക്കെ പോകാൻ സമയത്താണ് നമ്മൾ ഈ വിസ തട്ടിപ്പ് എന്നുള്ള ആ ഒരു കാര്യം കേൾക്കാൻ തുടങ്ങിയത്. ഇപ്പം ഗൾഫൊന്നുമല്ല, ഇപ്പോഴും ഇതേപോലൊക്കെ യു കെ, അയർലൻഡ് അല്ലെങ്കിൽ ന്യൂസിലൻഡ് അല്ലെങ്കിൽ അമേരിക്ക അല്ലെങ്കിൽ ഓസ്ട്രേലിയ ഇതേപോലെയുള്ള സ്ഥലങ്ങളിലേക്കാണ് ഈ ഒരു ഏജൻസികൾ കണ്ണും നട്ടിരിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള രാജ്യങ്ങളെ അവർ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇതേപോലെയുള്ള ആൾക്കാർ ഇപ്പോഴും പോകുകയുള്ളൂ എന്ന് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒന്നുകിൽ സീനിയർ കെയറായിട്ട് വാങ്ങിത്തരാം, നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഷെഫിൻ്റെ വിസയുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആഗ്രികൾച്ചറൽ ഈ ഒരു ഫീൽഡ് ഉണ്ടല്ലോ, അപ്പോൾ ഇവിടുത്തേക്ക് കൃഷി സ്ഥലങ്ങളിലേക്ക് ആൾക്കാരെ ഉണ്ട്, പാക്കിങ്ങിന് ആൾക്കാരെ ആവശ്യമുണ്ട്, ഫാക്ടറികളിൽ ആൾക്കാരെ ആവശ്യമുണ്ട്. നിങ്ങളൊരു 25-30 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കൊണ്ടുവന്നുകൊണ്ട് പലരുടെ നിന്നും 5 ലക്ഷം 10 ലക്ഷം രൂപയാണ് അഡ്വാൻസായിട്ട് വാങ്ങുന്നത്. ഈ അഡ്വാൻസായിട്ട് വാങ്ങിയിട്ട് 6 മാസം 7 മാസം യാതൊരു റെസ്പോണ്ടും ഇല്ലാതിരിക്കുന്ന സമയത്താണ് നമ്മളെപ്പോലെയുള്ള ആൾക്കാരെ എവിടെയെങ്കിലുമൊക്കെ ഇതേപോലെയുള്ള ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിനകത്തോ ഒക്കെ കണ്ടുപിടിച്ചുകൊണ്ട് ഇവർ മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഇവർ 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ ഈ ഏജൻസികൾക്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം ഇവരുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ പോലും ഇവർക്ക് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. നമുക്കറിയാം ഈവൻ ഇപ്പം നേഴ്സസിനെ കൊണ്ടുവരാനായിട്ട് പോലും നമ്മുടെ നാട്ടിൽ നിന്ന് ധാരാളം നേഴ്സിനെയൊക്കെ ഇതേപോലെയുള്ള ഏജൻസികൾ കബളിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം യു കെയിലെ ഒരു NHS ഹോസ്പിറ്റലിലേക്ക് ഒരു നേഴ്സിൻ്റെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർ 5 പൈസ പോലും വാങ്ങാതെയാണ് ഇപ്പോഴും അപ്പോഴും എപ്പോഴും റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ പുതിയ കുറച്ച് ഉടായ്പകളായിട്ടൊക്കെ വന്ന കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ പറയുന്നത് പറഞ്ഞാൽ ഏജൻസികളെ സംബന്ധിച്ചോളം അവരുടെ വരുമാനം കുറച്ച് നിന്നു. ഇപ്പോൾ യു കെയെ സംബന്ധിച്ചോളം കഴിഞ്ഞ ഒരു 4 വർഷങ്ങളായിട്ട് ഇതേപോലെയുള്ള സീനിയർ കെയർ അല്ലെങ്കിൽ കെയർ അല്ലെങ്കിൽ കമ്പനികളിൽ അല്ലെങ്കിൽ ഷെഫ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം പൈസ ഈ ഏജൻസികൾ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ യു കെയുടെ കാര്യം എന്ന് പറഞ്ഞാൽ യു കെയിലേക്ക് ആൾക്കാർ വരുന്നത് വളരെയധികം കുറഞ്ഞു. ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേക്കൻസികളില്ല, ഇവിടെ നിന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഇപ്പോൾ വിസകളൊന്നും തന്നെ കൊടുക്കുന്നില്ല. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. യു കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഇല്ലീഗലായിട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ പൈസയൊക്കെ കൊടുത്തിട്ട് 10-40 ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ട് യു കെയിലേക്ക് വന്നിട്ട് ധാരാളം ആൾക്കാരാണ് അവർക്ക് ജോലിയില്ലാതെ ഇവിടെ നടക്കുന്നത്. നമുക്കൊരു ഒരു സീനിയർ കെയർ അല്ലെങ്കിൽ ഒരു ഡൊമസ്റ്റിക് കെയർ വിസകളിലൊക്കെ വന്നിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരുടെയും ഈ ഒരു നേഴ്സിംഗ് ഹോമിൻ്റെ ലൈസൻസുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള 100 കണക്കിന് മലയാളികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ യു കെയിൽ ഇപ്പോൾ വിസയില്ലാതെ അലഞ്ഞ് തിരിയുന്നുണ്ട്.
നമുക്ക് കഴിഞ്ഞ ദിവസം വന്ന ഒരു ന്യൂസൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പാകിസ്ഥാനി ഏജൻസിയിൽ നിന്ന് വന്ന 100 പേരോളം ആൾക്കാർ, അതിൽ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ വന്ന് അവരുടെ കമ്പനിയുടെ ലൈസൻസ് നഷ്ടപ്പെട്ട് അവരുടെ വിസ നഷ്ടപ്പെട്ടുകൊണ്ട് ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുള്ള വാർത്തകൾ വന്ന് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ 60 ദിവസത്തിനുള്ളിൽ അടുത്ത വിസ കണ്ടുപിടിച്ചില്ലെന്നുണ്ടെങ്കിൽ ഈ രാജ്യം വിടണമെന്നുള്ളതാണ് ഇവിടുത്തെ നിയമം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാരാണ്, നമുക്കറിയാം, ഒരു 15-20 ലക്ഷം രൂപ നാട്ടിൽ നിന്ന് ചിലപ്പോൾ സ്വർണം പണയം വെച്ചോ അല്ലെങ്കിൽ ഭൂമി പണയം വെച്ചോ അല്ലെങ്കിൽ വീട് വിറ്റിട്ടോ ഒക്കെ ആയിരിക്കും ഇതേപോലെയുള്ള പാവങ്ങളായിട്ടുള്ള ആൾക്കാർ ഈ ഒരു കെയർ വിസ എടുത്തുകൊണ്ട് UK വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലിയെ കൊണ്ടുവരാം. ഇപ്പോഴും ഏജൻസികൾ പറഞ്ഞ് നിങ്ങളുടെ ഫാമിലിയെ കൊണ്ടുവരാൻ യാതൊരു പ്രശ്നവുമില്ല. നമുക്കറിയാം ഇവിടുത്തെ ഈ ഒരു കെയറായിട്ട് വരുന്ന ആൾക്കാരുടെ ഫാമിലി വിസയൊക്കെ നിർത്തലാക്കിയിട്ട് മാസങ്ങളായി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇപ്പോഴും ഏജൻസികൾ പറയുന്നത് നിങ്ങളുടെ ഫാമിലിയെ കൊണ്ടുപോകാം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ട് ഫ്രീ ആയിട്ട് പഠിപ്പിക്കാം, നിങ്ങൾക്ക് അത്ര രൂപ ശമ്പളം കൊണ്ട് നിങ്ങൾക്ക് ഓവർ ടൈം ചെയ്യാം, ഇങ്ങനെയുള്ള മോഹന വാഗ്ദാനങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ പോകുമെന്നല്ല, നിങ്ങൾക്ക് ഒരു കാരണവശാലും UK വരാനായിട്ട് സാധിക്കത്തില്ല. ഈവൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാലും ഇവിടെ വന്നു കഴിയുമ്പോൾ ആ കമ്പനിക്ക് ലൈസൻസോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹോമോ ഉണ്ടായിരിക്കത്തില്ല. ഇവരെങ്ങനെയെങ്കിലുമൊക്കെ ഫേക്കായിട്ടൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ വർക്ക് പെർമിറ്റൊക്കെ ഉണ്ടാക്കി അടിച്ചൊക്കെ ചിലപ്പോൾ ചില ആൾക്കാർ കൊടുക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ വന്നു കഴിഞ്ഞ് 1-2 മാസം കഴിയുമ്പോൾ ഒന്നിൽ നിങ്ങൾക്ക് പണി അറിയത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാഷ അറിയത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ നേഴ്സിംഗ് ഹോമിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഇവരുടെ വർക്ക് പെർമിറ്റ് അവർ ക്യാൻസലാക്കി ഇവരെ വഴിയാധാരമാക്കും. ഇതിന് ശേഷം ഇവരുടെ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്ക് ജോലിയില്ല, പൈസയില്ല, താമസിക്കാൻ സ്ഥലമില്ല. അങ്ങനെ ഈ UK ഇരിക്കുന്ന 100 കണക്കിന് ആൾക്കാരുണ്ട്. ഗവൺമെൻറ് ഇപ്പോഴെന്തായാലും ഒരു പുതിയൊരു പദ്ധതിയുമായിട്ടൊക്കെ വരുന്നുണ്ട്. കാരണം ഇതേപോലെ ഇവിടെ വന്നിട്ട് പൈസയൊക്കെ കൊടുത്തിട്ട് ഇവിടെ വന്ന് വർക്ക് പെർമിറ്റ് നഷ്ടപ്പെട്ട ആൾക്കാരെ സഹായിക്കാനായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്തുവാലും ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം അത് വലിയ ഒരു കാര്യമാണ്. കാരണം 100 കണക്കിന് ആൾക്കാരാണ് ഇതേപോലെ 15, 20, 25 ലക്ഷം രൂപ കൊടുത്തിട്ട് UK എത്തിയതിന് ശേഷം അവരുടെ കമ്പനിയുടെ ലൈസൻസ് നഷ്ടപ്പെട്ട് ഇവരുടെ സ്പോൺസർഷിപ്പ് നഷ്ടപ്പെട്ട് ഇപ്പോഴും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഈ ഗവൺമെൻറ് സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു കെയർ വിസയിലൊക്കെ ഡൊമസ്റ്റിക് കെയറിലൊക്കെ വിസയിലൊക്കെ വന്നിട്ടുള്ള ധാരാളം പൈസ നഷ്ടപ്പെടുത്തി വന്നിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചുള്ള അതൊരു നല്ല കാര്യം തന്നെയാണ്. ഗവൺമെൻറ് ആ കാര്യത്തിൽ നടപടി എടുക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾക്കും പറയാനുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് ഇവിടെ നിന്ന് പോകാനുള്ള സാഹചര്യം ഉണ്ടാകും. അല്ല എന്നുണ്ടെങ്കിൽ അവർ ഇല്ലീഗലായിട്ട് നിൽക്കേണ്ടി വരും. ഇവരെവിടെയെങ്കിലുമൊക്കെ ഇതുപോലൊക്കെ തന്നെ ക്യാഷ് ഇൻ ഹാൻഡിലൊക്കെ ജോലി ചെയ്യും. കാരണം 12-13 പൗണ്ട് ഇവിടെ കിട്ടുമ്പോൾ അവർക്ക് കിട്ടുന്ന 5-6 പൗണ്ട് ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു 6 പൗണ്ട് വേണ്ടി അവർക്ക് ജോലി ചെയ്യാതിരിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ എവിടെയെങ്കിലും ഇല്ലീഗലായിട്ടൊക്കെ ജോലി ചെയ്യും. ഇതേപോലൊക്കെ തന്നെ ഇമിഗ്രേഷൻ ട്രേഡുകൾ വരുമ്പോൾ ഇവരെ പിടിച്ച് കഴിഞ്ഞാൽ നേരെ നാട്ടിലേക്ക് കടത്തിവിടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് UK കടന്നു പോകുന്നത്. ഈവൻ ഇപ്പോഴും സീനിയർ കെയർ വിസയോ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കെയർ വിസയോ അല്ലെങ്കിൽ നേഴ്സസിൻ്റെ വിസയോ പോലും UK കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ UK NHS ഹോസ്പിറ്റലുകളിൽ പോലും ഇപ്പോഴും നേഴ്സസിൻ്റെ വേക്കൻസികളില്ല. 100 കണക്കിന് ആൾക്കാരാണ് പിൻ നമ്പരുമായിട്ട് ഇപ്പോൾ UK ജോലിയില്ലാതെ നടക്കുന്നത്. അപ്പം നിങ്ങളിതൊക്കെ അറിഞ്ഞിട്ട് വേണം. പുതിയ ഉടായ്പകൾ ഏജൻസികളൊക്കെ ഇപ്പോഴേ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വിസിറ്റ് വിസയിൽ വന്നിട്ട് ഓസ്കി ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിരുന്നു. വിസിറ്റ് വിസയിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓസ്കി ചെയ്യാം. ഓസ്കി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിൻ നമ്പർ കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യാൻ പറഞ്ഞിട്ട് ഏജൻസികളൊക്കെ വലിയ മോഹന വാഗ്ദാനങ്ങളുമായിട്ടൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ നേഴ്സസ് ഒക്കെ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു വിസിറ്റ് വിസയിൽ നിങ്ങൾക്ക് UK വരുന്നുണ്ട്, യാതൊരു പ്രശ്നങ്ങളില്ല. പക്ഷേ ഒരു 5-6 ലക്ഷം രൂപ അങ്ങ് പോകും. നിങ്ങൾ ഇനി ഇപ്പോഴൊരു കെയർ വിസയിലോ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കെയറിലോ സീനിയർ കെയറിലോ അല്ലെങ്കിൽ പാക്കിങ്ങിലോ ഷെഫായിട്ടോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഫാക്ടറി ജോലികൾക്കോ ക്ലീനിങ്ങിലോ ഒക്കെ നിങ്ങളെ ഇതേപോലെ ആൾക്കാരെ സമീപിക്കും. അപ്പോൾ അങ്ങനെയുള്ള വിസകൾക്കൊക്കെ നിങ്ങൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഇവിടെ വരാനായിട്ട് സാധിക്കത്തില്ല. ഈവൻ നിങ്ങളിപ്പോൾ ഒരു നേഴ്സ് ആണെങ്കിലും നിങ്ങളെ IELTS OET ഒക്കെ പാസ്സായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും ഈ ഒരു വിസിറ്റ് വിസയുടെ ത്രൂവിലൊക്കെ UK വന്നിട്ട് നിങ്ങൾക്ക് പിൻ നമ്പർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ പ്രയോജനം ഒന്നും തന്നെ ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. നിങ്ങളെപ്പോലുള്ള ആൾക്കാർ UK വന്നിട്ട് രക്ഷപ്പെടുന്നതുകൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. പിന്നെ എല്ലാം നിങ്ങളുടെ ഡിസിഷനാണ്. നിങ്ങൾക്ക് എന്തും തീരുമാനിക്കാം. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതൊക്കെ എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.